ഹായ് ഫ്രണ്ട്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിനു മുൻപായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ നിത്യജീവിതത്തിൽ ധാരാളം വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടല്ലേ. എന്നാൽ ഈ വസ്തുക്കൾ ഇല്ലാതെ ജീവിക്കുക എന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവയൊക്കെ എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെയുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നും നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളിൽ ചിലതിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഈ ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോപ്പ് നമ്മൾ ദിവസേന ഉപയോഗിക്കാറുണ്ടല്ലേ. സോപ്പില്ലാതെ കുളിക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനാകുമോ? ഇതിന് മാത്രമല്ല, പാത്രം കഴുകാനും തുണി അലക്കാനും നമ്മൾ നിത്യവും സോപ്പ് ഉപയോഗിക്കുന്നു അല്ലേ. ഓരോരുത്തരും തങ്ങളുടെ അഭിഷ്ടമനുസരിച്ച് വിവിധതരം സോപ്പുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് പ്യാരിയുടെ മഞ്ഞൾ സോപ്പാണ്. ഈ സോപ്പ് ഇത്തിരി കോസ്റ്റ്ലിയാണ്, പറയത്തക്ക സ്മെല്ലും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ സോപ്പ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഈ സോപ്പ് യൂസ് ചെയ്തതിലൂടെ എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടി നിറം വർദ്ധിക്കുന്നതായിട്ടും പിന്നെ സ്കിന്നിനുള്ള ചെറിയ ചെറിയ പാടുകൾ അപ്രത്യക്ഷമാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും സോപ്പ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചായിരിക്കും. കൊച്ചു കുട്ടികളാണെങ്കിൽ നിറവും സ്മെല്ലും നോക്കും. കുറച്ചുകൂടി മുതിർന്നവരാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് സോപ്പ് തിരഞ്ഞെടുക്കുന്നത്. ചിലർക്ക് സോപ്പ് അലർജി ആയിട്ടുള്ളവരുണ്ട്. അപ്പം അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന സോപ്പാണ് സെലക്ട് ചെയ്യുക. ഞാൻ ഈ പ്യാരി സോപ്പിൻ്റെ മേന്മ മനസ്സിലാക്കിയിട്ട് ഈ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭങ്ങളിൽ ഗിഫ്റ്റായിട്ട് എൻ്റെ ഫ്രണ്ട്സിന് പ്യാരിയുടെ സോപ്പ് കൊടുക്കാറുണ്ട്. അവർ അത് യൂസ് ചെയ്തതിന് ശേഷം പറയാറുണ്ട് നല്ല സോപ്പാണെന്ന്. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പന്നമാണ്, പക്ഷേ ഇത് കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കപ്പെടുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. സോപ്പ് നിർമ്മാണത്തിന് ആദ്യം മെഷീനിൽ ഒരു മിക്സർ ഇടുന്നു. ഇതിൽ പലതരത്തിലുള്ള ഓയിലും സോഡ പൗഡറും ഇടുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. ഈ ആഡ് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ എല്ലാം അടങ്ങിയ മിശ്രിതം പിന്നീട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കിയ ഈ മിശ്രിതത്തെ ഒരു റോളറിലേക്ക് ഇടുന്നു. ഈ റോളറിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് വലിയ ഒരു ബ്ലേഡ് ഉണ്ട്. ഈ ബ്ലേഡ് ഈ മിക്സറിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുവാൻ സഹായിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ മിക്സർ സോഫ്റ്റ് ആകുന്നു. മണം ലഭിക്കുന്നതിന് ആവശ്യമായ മിക്സറുകൾ ഇനിയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ പരിണാമം ചെയ്ത മിക്സർ മറ്റൊരു മെഷീൻ്റെ സഹായത്തോടെ സോപ്പാകുന്നു. സോപ്പായതിനു ശേഷമാണ് നമുക്ക് കമ്പോളങ്ങളിൽ ലഭിക്കുന്ന ഷേപ്പിൽ അവയെ മുറിക്കുന്നത്. അതിനായിട്ട് പ്രത്യേക അച്ചിലുള്ള ബ്ലേഡുകളുണ്ട്. ഈ ബ്ലേഡുകളിൽ കൂടി കടത്തിവിട്ടാണ് സോപ്പിനെ ചതുരാകൃതിയിലോ വൃത്താകൃതിയിലോ നമ്മുടെ ഇഷ്ടാനുസരണം മുറിച്ചെടുക്കുന്നത്. അടുത്ത ജോലി സോപ്പിൽ കാണുന്ന കമ്പനിയുടെ പേരോ ലോഗോയോ ആഡ് ചെയ്യുന്നതാണ്. അതിന് പ്രസ് മെഷീൻ്റെ സഹായമാണ് തേടുക. നേരത്തെ തയ്യാറാക്കിയ ഡിസൈനുകളുള്ള പ്രസ് മെഷീൻ ഈ സോപ്പുകളിൽ പഞ്ച് ചെയ്യുമ്പോൾ ഈ സോപ്പിൽ പേരുകൾ പതിക്കപ്പെടും. ഏറ്റവും ഒടുവിലത്തെ ജോലി പാക്കിംഗ് ആണ്. സോപ്പുകൾ പാക്ക് ചെയ്യുന്നതും മെഷീനുകളുടെ സഹായത്തോടെയാണ്. ഇനി പറയാൻ പോകുന്നത് പാൻ മസാലയെക്കുറിച്ചാണ്. പാൻ മസാല ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ വളരെ കുറവാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ പാൻ മസാല ഉപയോഗിക്കാത്തവർ കുറവാണ്. സത്യം പറഞ്ഞാൽ വലിയൊരു വ്യവസായമാണ് പാൻ മസാല. ടിവിയിൽ പാൻ മസാല കമ്പനികളുടെ പരസ്യം കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം വരുമാനം വരുന്ന വ്യവസായമാണിതെന്ന്.
ഇനി ഈ പാൻ മസാലയുടെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാൻ മസാല നിർമ്മാണത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് അടയ്ക്ക. അടയ്ക്ക കമ്പുകളിൽ നിന്ന് പറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ഒന്നാമത്തെ പണി. ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ പുറന്തോട് നീക്കി കളറുള്ള വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു. അതിനുശേഷം പാൻ മസാലയുടെ ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓരോ കമ്പനിക്കനുസരിച്ച് ഈ ഫ്ലേവർ വ്യത്യസ്തമായിരിക്കും. പാൻ മസാല ദീർഘകാലം നിലനിൽക്കേണ്ടതിന് അതിൽ പാരാക്സിൻ എന്ന ഒരു വസ്തു ആഡ് ചെയ്യുന്നു. ഇത് ഒരു തരം മെഴുകാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് പാൻ മസാല. അടുത്ത ജോലി പാക്കിംഗ് ആണ്. ഇതിനായിട്ട് മെഷീനുകളാണ് ഉപയോഗിക്കാറ്. അടുത്തത് പെൻസിൽ മേക്കിംഗ്. പെൻസിൽ ഉപയോഗിക്കാത്തവർ ആരും തന്നെ കാണില്ല. എഴുതാൻ പഠിച്ച കാലം തൊട്ടേ പെൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. പെൻസിലിൽ എഴുതി പഠിച്ചാണ് നമ്മൾ പേനയിലേക്ക് കടക്കുന്നത്. പെൻസിൽ നിർമ്മിക്കുന്നത് മരം കൊണ്ടാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത് അതാണോ? അത് ഗ്രാഫൈറ്റ് ആണല്ലേ. ഇനി ഈ ഗ്രാഫൈറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രാഫൈറ്റും വെള്ളവും ചെളിയും തമ്മിൽ മിക്സ് ചെയ്യുക എന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കിയ മിശ്രിതം ഒരു മെഷീനിലിടുന്നു. ഈ മിക്സറിനെ ലഡാക്കി മാറ്റുകയാണ് ഈ മെഷീൻ്റെ ജോലി. മെഷീനിലിടുന്ന മിശ്രിതത്തെ പ്രസ് ചെയ്താണ് ലഡിൻ്റെ രൂപത്തിലേക്ക് ആക്കുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന ലഡിനെ ഉയർന്ന താപനില നിലനിർത്തുന്ന മറ്റൊരു മെഷീനിലേക്ക് മാറ്റുകയാണ് ഇനി ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ ലഡിനെ ഒരു ഫയറിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ലഡിനെ തീയിലിട്ട് ഹാർഡാക്കുന്നു. ഇതോടെ പെൻസിൽ ലഡിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നു. അതിനുശേഷം ഈ ലഡിനെ ആവരണം ചെയ്യുന്ന ഒരു ഔട്ടർ ലെയർ റെഡിയാക്കുന്നു. മരത്തിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പെൻസിൽ ലെഡ് കൃത്യമായിട്ടിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഹോൾ ഉണ്ടാക്കുന്നത്. ഈ ഹോളിലേക്ക് ഒരു പശ നിറയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പശ ഒഴിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ ലെഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബൂട്ട് പ്ലേ വെച്ച് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ലഡുവും മരവും കൂടെ സാൻഡ്വിച്ച് ആവുന്നുണ്ട്. ഇതിനെ പിന്നീട് ഒരു ഡ്രൈ വീലിൽ ഉണങ്ങാൻ വയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പെൻസിലിൻ്റെ മാറ്റം. ഇതിന് ശേഷം ഇത് പെൻസിലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പെയിൻറ്റിങ്ങും സ്റ്റാമ്പിങ്ങും കൂടി കഴിഞ്ഞാൽ പെൻസിൽ റെഡി. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പെൻസിൽ നിർമ്മിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായില്ലേ. പെൻസിൽ വെറുതെ പൊട്ടിച്ചു കളയുന്ന കുട്ടികൾ ഇത് കാണുമ്പോഴെങ്കിലും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് ലിപ്സ്റ്റിക്ക്. സ്ത്രീകളുടെ ഹാൻഡ് ബാഗ് എടുത്ത് നോക്കിയാൽ അതിൽ ഒഴിച്ചുകൂടാത്ത ഒരു വസ്തുവാണ് ലിപ്സ്റ്റിക്ക്. ധാരാളം ഫ്ലേവറുകളുള്ള ലിപ്സ്റ്റിക്കുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാനായിട്ട് 4 വസ്തുക്കളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓയില്, വാക്സ്, ആൽക്കഹോൾ, പിന്നെ കളർ. ഈ 4 വസ്തുക്കൾ ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ 4 വസ്തുക്കൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മെഷീനിൽ ഒഴിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ മെഷീനിൽ കിടന്ന് ഈ മിശ്രിതം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ മാറുന്നതാണ്. അതിനുശേഷം ഈ പേസ്റ്റിനെ ഓയിൽ ഇട്ട് ചൂടാക്കും. ഇതോടെ ഈ പേസ്റ്റ് ലിക്വിഡ് രൂപത്തിൽ ആകുന്നതാണ്. ഇതിന് ശേഷം ഈ ലിക്വിഡിനെ ലിപ്സ്റ്റിക്കിൻ്റെ രൂപത്തിലുള്ള ഒരു ഹോളിലേക്ക് ഒരു മെഷീൻ്റെ സഹായത്തോടെ ഒഴിക്കുന്നു. അല്പനേരത്തിന് ശേഷം ഈ ലിക്വിഡ് കട്ടിയാകുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സൈഡിലേക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഗ്രിപ്പ് സെറ്റ് ചെയ്യുന്നതാണ്. ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം ഇതിന് ക്യാപ്പ് ഇടുന്നതോടുകൂടി ലിപ്സ്റ്റിക്ക് റെഡി. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് പുത്തൻ അറിവുകൾ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി വരുന്നിടം വരെയും ബൈ ബൈ.